എന്താണ് പാടിയ നേരെ ഇങ്ങനത്തെ നോക്കിക്ക ശരത് സാർ എന്തായിരിക്കും പറയാൻ പോണെന്നായിരിക്കും. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ആരോട് ചോദിച്ചാലും കുഴപ്പമില്ല അല്ലേ? എന്നാ ശരത് സാർ. മോളെ സുഖാണോ? മോളെ ഇന്ന് പാടുന്ന കാണാൻ നല്ല ചന്താടാ, നല്ല ചിരി,
മോളെ കാണാൻ നല്ല സുന്ദരി ഭാവയാണ്. പാട്ടിലും അത് വേണം. വേണ്ടേ? നന്നായിട്ട് പാടി മോള് കേട്ടോ. താങ്ക് യു സർ. മോളെ ഈ ഓ വരുന്ന സ്ഥലം എല്ലാം മോള് ഫ്ലാറ്റ് ആയിരുന്നു. അതെന്താ അങ്ങനെ? നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓ എല്ലാം ഫ്ലാറ്റായിട്ട് പാടുവന്നു. ഇല്ല. പിന്നെ ഉഗ്രം പാട്ടാടാ. എന്ത് രസമായി പാട്ട്, എന്തൊരു പ്രകാശമാണ് ഈ പാട്ടിന്. അപ്പൊ എനിക്കത് തോന്നിയ ഒരു കാര്യം അതാണ്. ആ കേവ്സ് ഒക്കെ ഉണ്ട് മോളെ എല്ലാം. ഇതൊരു ക്രാഫ്റ്റാണ്. ഓ വണ്ടർഫുൾ. അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് എന്ത് അറേഞ്ച്മെന്റ്. ഇദ്ദേഹത്തിനൊന്നും കൈയെടുക്കാൻ പറ്റില്ല. ചക്കൻ തണ്ടൻ അവസാനം ഈ കൈയൊക്കെ എടുത്ത് വെച്ച് അടിക്കുന്ന. കാരണം അങ്ങനെ കുറെ നേരം വായിക്കാൻ പറ്റത്തില്ല. നമ്മള് സ്റ്റിഫായി പോകും. അല്ല ചോദിച്ചു നോക്ക്, വലിയ പാടാ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോ? അവരുടെ സ്ട്രെയിൻ മോള് മനസ്സിലാക്കിയോ? അതൊന്നും നോക്കിയില്ല. അവര് കുറെ അണ്ണന്മാര് ചുമ്മാ അങ്ങിരിക്കുന്നു അല്ലേ. പല്ലവി ഒന്ന് ഇത് മാത്രം ഒന്ന് വായിച്ച മക്കളെ പാടണ്ട കേട്ടോ. റെഡിയാണോ? ഒന്നുകൂടെ നീ മരിക്കടേ കുഞ്ഞൊന്ന് ചെറുത്തിക്കട്ടെ മക്കളെ. എവര് കിടന്ന് കഷ്ടപ്പെടുന്ന നോക്കിക്കോ മക്കളെ. കഷ്ടപ്പെടുന്ന നോക്കി സന്തോഷിക്കും. റെഡി? ആഹാ. ആഹാ. വണ്ടർഫുൾ വണ്ടർഫുൾ. അസാധ്യം. പാട്ടില്ലാതെ തന്നെ ഇത് കേൾക്കാൻ എന്ത് സുഖ. അത്ര സ്ട്രെയിനാണ് മോളെ. അത് ഒരു കൈ വെച്ച് ഈ കയ്യിലെ വിരലൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. അത് സ്ട്രെയിനാണ് വായിക്കാൻ. വെരി ഗുഡ്, സൂപ്പർ. അസാധ്യം അസാധ്യം ഒന്നും പറയാനില്ല മക്കളെ. അപ്പൊ ഈ ഓ ഓ എന്നുള്ള അതൊന്ന് പാടിത്തരാമോ പക്കായിട്ട്? ഒന്ന് ശ്രുതി കൊടുക്കുമോ? മോളെ ജസ്റ്റ് ബെൻഡ്. ഗുഡ് ഗുഡ് ഗുഡ്. അടുത്തത് ഓക്കെ മോളെ. മോൾ അത് പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കേട്ടോ. അത് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ആ ശ്രുതിയിലേക്ക് അങ്ങോട്ട് വരുമ്പോ അയ്യോ അലുവ പോലെ ഇരിക്കും. ചരണം ഒന്ന് പാടാമോ മോളെ? ഏതെങ്കിലും ഒരെണ്ണം. മോളെ ഒന്നുകൂടെ ശ്രുതി ശ്രുതി. മോളെ ശ്രുതി ശ്രുതി ശ്രുതി. ഇപ്പോഴും ചേർത്ത് പിടിച്ചോ? മോളെ ഇറങ്ങുന്നു പതുക്കെ പതുക്കെ ഇറങ്ങുന്നുണ്ട് മോള്. ഫ്ലാറ്റ് ആവുന്നുണ്ട് മോളെ. മോള് അത് നോയിക്കോളെ കേട്ടോ. കേൾക്കുന്നുണ്ടോ ശ്രുതി? അത് ചെവി ഇളക്കി കളഞ്ഞോ? അത് എന്താ? എനിക്ക് വേണ്ട ശ്രുതി. ആണോ മകള്? അത് ചെവി വെച്ചോടാ, അപ്പൊ കേൾക്കും വൃത്തിയായിട്ട്. പൊടിക്കും കൂടി ഷാർപ്പ് ആവണം. മൊത്തത്തിൽ ഫ്ലാറ്റ്. ഒന്ന് കയറ്റി പിടിച്ചോ. ഒന്നുകൂടെ പാടാമോ? അത് പാടിക്ക. മോളെ പാതി വഴിയാകുമ്പോഴത്തേ പിന്നെ ഇറങ്ങുന്നു മോളെ ശ്രുതി. ശ്രുതി ഇറങ്ങുന്നുണ്ട്. അത് ഒന്ന് നോക്കിക്കോ. നമ്മള് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നല്ല പാട്ടുകാരിയാ കുഞ്ഞ്, അതൊരു ഡൗട്ടും ഇല്ല. അടുത്തത് സംഗീതം സന്തോഷ
ആഹാ. ഉല്ലാസം ആ ആ, നൈസ് ഇപ്പം ആഹാ. ഇപ്പം ആഹാ. നൈസ്. വെരി ഗുഡ് മോളെ, ബ്യൂട്ടിഫുൾ. ഇതാരാ മക്കളാണോ സെലക്ട് ചെയ്തത്? ഞങ്ങള് കൊടുത്തപ്പോ ഞങ്ങളാരാ? അല്ല ഞാനും അമ്മയും എല്ലാരും ഞാനും ഞാനും അമ്മയും അമ്മയും എല്ലാവരും. നാട്ടുകാരെല്ലാം കൂടി അയലത്തുകാരൊക്കെ. മൊത്തത്തില് ഇത് ആരൊക്കെ സെലക്ട് ചെയ്തത്? ഒരു തെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നു അല്ലേ മക്കളെ? അല്ല ഞാനും അമ്മയും അച്ഛനും എല്ലാം കൂടെ 4 പാട്ട് കൊടുത്തു. ആ പിന്നെ നല്ല പാട്ടാ മോളെ. ഇത് പാടാൻ കിട്ടിയത് മോളെ ഒരു ലക്കാണ്ട. അത്ര പറഞ്ഞത് ഉഗ്രം പാട്ടാ. അസാധ്യം. ആരാ പാടിയേക്കുന്ന അറിയാലോ? ആരാ? ചിത്രമ്മ. ആണോ? സത്യം? ചിത്രമ്മയാണ്. അസാധ്യമായിട്ട് പാട്ടുണ്ട് ചേച്ചി. അപ്പൊ മക്കളെ എന്തൊക്കെയാലും ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് മോള് പാടി. ഇത് ശ്രുതി ഒന്നും കൂടെ ശ്രദ്ധിക്കും മക്കളെ കേട്ടോ. രാജസ്ഥാന്റെ പാട്ടിന്റെ എല്ലാ ഒരു ബെൻഡുണ്ട്, അത് നാച്ചുറലാണ്. അത് മക്കൾ അത് നോക്കണം, അപ്പോഴേ അത് കിട്ടത്തുള്ളൂ. അവിടെ കൊണ്ട് വടി പോലെ നിർത്തി അത് ആ ഫീല് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. പറയുമ്പോൾ ചെറുതാണ്, പക്ഷെ അതിലർത്ഥമുണ്ട് കേട്ടോ മോളെ. കാണാൻ ചുന്ദരി വാവയാ കേട്ടാ. ലവ് യു മുത്തേ. ഓക്കെ, താങ്ക് യു ശരത് സർ. ഷാനിക്ക, തീർത്ഥ മോളെ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. പക്ഷെ സാധാരണ നമ്മളിവിടെ കാണുന്ന ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു തീർത്ഥയാണോ ഇത് എന്ന് ചോദിച്ചാൽ തീർത്ഥ എന്ത് ഉത്തരം പറയും? അല്ലെന്ന്. അല്ലേ? ആ, എന്തെങ്കിലും ടെൻഷൻ, ആകാംക്ഷ, ടെൻഷനോ ഒന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോൾ എപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാലും ടപ്പെന്നും പറഞ്ഞിട്ട് പാടിയിട്ട് നല്ല മാർക്ക് മേടിച്ചിട്ട് പോകുന്ന കുട്ടിയാ. ഇത് എനിക്കൊന്ന് വന്നിട്ട് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്ക് തോന്നണേ. ഇപ്പൊ ശരത്തേട്ടൻ ഈ ഗ്ലൈഡ്സ് പറഞ്ഞില്ലേ, ഈ ഗ്ലൈഡ്സും ഈ ഡൈനാമിക്സും അതൊക്കെ തീർത്ഥയുടെ ചാലഞ്ച് എന്താന്ന് വെച്ചാല് ഇതൊക്കെ ആ ടെമ്പോയുടെ അകത്ത് ഒപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത് ലൂസായിട്ട് പാടി, ടെമ്പോ ഇല്ലാതെ ലൂസായിട്ട് ഇത് പാടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇതേ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഇതേ ഗ്ലൈഡ് ചിത്ര ചേച്ചി ആ ടെമ്പോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതാണ് അറ്റംപ്റ്റ് ചെയ്ത് ഫ്ലറിഷ് ചെയ്യേണ്ടത് കേട്ടോ. മോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് സ്ഥലങ്ങൾ മോളുടെ പല ഭാഗങ്ങളും ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ ടോൺ എനിക്ക്, ഞാൻ തീർത്ഥ ഇവിടെ പാടിയ ഫസ്റ്റ് സോങ് തൊട്ട് ഇപ്പം വരെ ഞാൻ തീർത്ഥയുടെ വോയിസിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ഭയങ്കര സ്വീറ്റാണ്. പല പല രീതിയിലുള്ള നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെരി സ്വീറ്റ് ടോൺ. പിന്നെ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, ഇപ്പം അനുവലിന്റെ വീണിയും ചരണത്തിൻ്റെയും എൻഡിൽ വന്ന ആ ഓ, അത് രണ്ടും പോയി. പക്ഷെ ഇപ്പം പാടിപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഇനി നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് പാടുക. ഓക്കെ, പഴയ തീർത്ഥ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വരും സാർ എന്ന് പറ. വരും സർ. പോരാ, വരും സാർ. വരും സർ. ശരിയായില്ല അല്ലേ ഷാനിക്ക? വരും സാർ. ഇങ്ങനെ കാണിച്ചു വരും സാർ. വരും സർ. മതി മതി മതി, വന്നാ മതി. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ, നന്നായിട്ട് പാടി തീർത്ത. താങ്ക് യു സർ. അപ്പൊ ഇതില് ശ്രുതിയാണ് ഇതിന്റെ വില്ലൻ. ഈ പാട്ടിന്റെ ഒരു വില്ലൻ ഉണ്ടെങ്കിൽ അത് ശ്രുതി ആയിരിക്കും. അപ്പൊ മോള് പാടുമ്പോഴൊക്കെ ഫ്ലാറ്റ് ആവുന്നുണ്ട്. കറക്റ്റ് ആ ശ്രുതി ചേർന്ന് പാടി കഴിഞ്ഞാണ്ടല്ലോ ചിലപ്പോൾ അങ്ങ് ബസർ അടിക്കും എല്ലാവരും. ഗോൾഡൻ ബസർ അങ്ങ് തരും. വേറെ ഒന്നുമില്ല, ബാക്കിയൊക്കെ മോള് നന്നായിട്ട് പാടി. എല്ലാം റൈറ്റ് ആയിട്ട് സംഗതീസും കാര്യങ്ങൾ ചെറിയ സ്ലിപ്പൊക്കെ വന്നെങ്കിലും ശ്രുതിയായിരുന്നു ഇന്നത്തെ ഒരു മേ ബി ടെൻഷൻ കൊണ്ടോ എന്തോ ഇന്നത്തെ ഡേ മേ ബി. അപ്പം നെക്സ്റ്റ് ടൈം ഇതിലും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ അടിപൊളിയായിരുന്നു കേട്ടോ. പാടിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഇഷ്ടം. കോറസ് നന്നായിരുന്നു കേട്ടോ. അതെ, കോറസ് അടിപൊളിയായിരുന്നു, നന്നായിട്ട് പാടി. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് തീർത്ത. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ഷാനിക്ക, തീർത്ഥ 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ, ഈ സോങ് സെലക്ഷന് ഞാനൊരു 0.5 കൂടി തരികയാണ്. 9. താങ്ക് യു സർ. സൂപ്പർ. അപ്പോ 17.5 മാർക്സ്. ആ. യെസ്, സൂപ്പർ. താങ്ക് യു. ശരത് സർ മാർക്ക് ഇട്ടോ? പിന്നെ? ഇട്ടിട്ടുണ്ട്, സേഫാ. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.